ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. അതായത് BDF എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് കഴിക്കാറുള്ളതാണ്. അപ്പം അതേ ടേസ്റ്റോട് കൂടിയുള്ള ഒരു BDF ആണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ BDF ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബീഫ് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ വലിയ പീസുകളായിട്ടാണ് കിട്ടുന്നത്. അത് ഇതുപോലെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തീരെ ചെറുതായിട്ട് ഇപ്പോഴേ കട്ട് ചെയ്യുന്നില്ല, ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തം ബീഫും ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചു നോക്കണം, കഴിച്ചിട്ടില്ലാത്തവരൊക്കെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മസാലകളോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വേവാനായിട്ട് വെക്കാം. ഫുള്ളായിട്ടും വേവിച്ചെടുക്കാനായിട്ട് പാടില്ല. ഒരു 85 to 90% വരെ ആ ബീഫ് വെന്താൽ മതി. ഇതൊരു 5-6 വിസിലാകുമ്പോഴേക്കും ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ ചിലപ്പം ചില ബീഫിൻ്റെ വേവിൽ വ്യത്യാസം ഉണ്ടാകും. ചില ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ച് ചിലപ്പം പെട്ടെന്ന് വെന്ത് വരും, ചിലത് കുറച്ചുകൂടി സമയമെടുക്കും. അപ്പോൾ അത് നോക്കി വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാനായിട്ട്. ഇതിലിപ്പം എൻ്റെ ഈ പ്രഷർ കുക്കറിൽ ഒരു 6 വിസിലടിച്ചപ്പോഴത്തേക്കും ഇതൊരു 85%-ലധികം വേവായിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാഞ്ഞിട്ട് തന്നെ ഇതിൽ ഇത്രയും വെള്ളമയം ഉണ്ട്. ഇനി ഈ ബീഫ് മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ഒരു ഫിംഗർ സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരേ നീളത്തിൽ ഒരേ കനത്തിലൊക്കെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചിലതങ്ങ് പണ്ടമാനം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും, ചിലത് ഫ്രൈ ആയി കിട്ടാനായിട്ട് ഒരുപാട് ലേറ്റ് ആവും. അപ്പം ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം മൊത്തം ബീഫും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പം ബീഫ് മുഴുവൻ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ പരട്ടാനായിട്ട് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്കാണ് മസാലക്കൂട്ടൊക്കെ മിക്സ് ചെയ്യുന്നത്. ആദ്യമേ ഒരു 2 കിലോയ്ക്ക് അളവിലുള്ള മസാലകളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം ഈ ഒരു പാത്രത്തിൽ ചിലപ്പോൾ ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ 2 കിലോയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, ക്രഷ്ഡ് ചില്ലി 3 ടേബിൾ സ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മളിന്ന് വേവിച്ചപ്പോൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, കോൺഫ്ലോർ 3 ടേബിൾ സ്പൂണ്, രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 1 ടീസ്പൂൺ കൂടി ഉപ്പ്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമുക്കിതൊന്ന് ആ ഒരു ലിക്വിഡ് പരുവത്തിലൊന്ന് ആക്കി എടുക്കാനായിട്ട്, കുറച്ചൊന്ന് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ ബീഫിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു, അതൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലകളെല്ലാം കൂടി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് വിട്ടുപോയിരുന്നു പറയാനായിട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം വെള്ളം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച് ആ വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് വെള്ളമായി പോകരുത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്താൽ പിന്നെ അത് മസാലയൊക്കെ പുരട്ടി വരുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ താഴെ അടിയിലായി പോകും. അപ്പോൾ ആ ഒരു കറക്റ്റ് വെള്ളം വേണം, കുറച്ച് ഒഴിച്ചിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ മസാലയൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞത് 2 കിലോയ്ക്കുള്ള മസാലയായിരുന്നു ഞാൻ ഇത്രയും നേരം പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി മിക്സ് ചെയ്തപ്പോൾ ഇതിലേക്ക് മൊത്തം ബീഫും കൊള്ളുമായിരിക്കുമെന്ന്. അപ്പോൾ അതേ അളവിൽ തന്നെ ഞാൻ ആ എടുത്ത മെഷർമെൻറ്റ് തന്നെ വീണ്ടും എല്ലാം അതേ അളവിലും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം മിക്സ് ചെയ്തെടുത്താണിത്. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് കുത്തി ഇളക്കി അങ്ങനെ ചെയ്യരുത്, കാരണം നമ്മുടെ ബീഫ് ഇത്രയും വെന്തിരിക്കുന്ന ബീഫാണ്. അപ്പോൾ ഒരുപാടങ്ങ് പൊടിച്ച് നമ്മൾ തവി കൊണ്ടൊക്കെ അങ്ങ് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബീഫ് അങ്ങ് പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലായി പോകും. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ നല്ലതായിട്ടൊന്ന് സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതപ്പം മസാലയൊക്കെ പുരട്ടി നമ്മുടെ ബീഫ് ഇവിടെ ഫുള്ള് റെഡിയാണ്. ഇതിപ്പോൾ ആ മൊത്തം 4 കിലോയും ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു മസാലയൊക്കെ ആ ഒരു ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ടാണ്.
നിങ്ങൾ സാധാരണ ഞാനിപ്പോൾ ആദ്യം അത്രയും അളവിൻ്റെ കറക്റ്റായിട്ട് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടുകളിൽ ഒരുപാടൊന്നും അധികം ഉണ്ടാക്കാറില്ല. 4 കിലോ എന്നൊക്കെ നമ്മൾ വളരെ കുറവായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. സാധാരണ ഒരു ഫാമിലിക്ക് നമ്മൾ 1 കിലോ അല്ലെങ്കിൽ 2 കിലോയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു ഫംഗ്ഷന് വേണ്ടിയാണ് ഇത്രയും വലിയൊരളവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ BDFനുള്ള കൂട്ടൊക്കെ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അല്ലേ. ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള പാൻ ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരുന്നത് ഈ വെളിച്ചെണ്ണ കൂടി ചേർക്കുമ്പോഴാണ്. നമ്മൾ ആ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും അതിനൊരു നല്ല ടേസ്റ്റിയാണ് അത് കഴിക്കാനായിട്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് കുറേശ്ശെയായിട്ട് ബീഫ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും വെന്ത ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് വേവാനൊന്നുമില്ല. ഇനി ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പം നല്ല സ്മെല്ലാണ് പുറത്തേക്ക് വരുന്നത്. ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിലേക്കുള്ള ആ ഒരു മസാലയുടെ ആ സ്പെഷ്യൽ കൂട്ടൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും പുറത്തേക്കൊക്കെ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ. ആ സ്മെല്ല് പോലെ തന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് ആദ്യത്തെ ട്രിപ്പായിട്ടുണ്ട്. ബാക്കിയുള്ള ബീഫ് മുഴുവനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബീഫ് വറുത്ത് കോരിയ എണ്ണയിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലും കൂടി ഇട്ട് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 300 ഗ്രാമോളം പച്ചമുളകാണ് കീറി എടുത്തിട്ടുള്ളത്. ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടി നമ്മൾ ഈ ബീഫിലേക്ക് ഫ്രൈ ചെയ്തിടുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിന്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അഡീഷണൽ ആയിട്ട് ഇങ്ങനെ വറുത്ത് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി കോരിയെടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ BDF ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അതിലുള്ള ആ മസാലകളും അതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ കൂടി ചേർന്നപ്പോൾ ഉണ്ടല്ലോ നല്ല പിടിവിട്ട് ടേസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. നിങ്ങൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത തവണ ബീഫ് മേടിക്കുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.